ആമിൽ അൽ റസൂൽ അധ്യായം 19. അപ്പൊളോസ് കൊരിന്തോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ മുസാഫിറായി എഫെസോസിലെത്തി. അവിടെ അവൻ ഏതാനും സ്വഹാബികളെ കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ മോമിനീങ്ങളായിട്ട് റൂഹുൽ ഖുദ്ദൂസിനെ കബൂലാക്കിയോ? അവർ പറഞ്ഞു, ഇല്ല, റൂഹുൽ ഖുദ്ദൂസ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് മഹ്മൂദിയെയാണ് കബൂലാക്കിയത്? അവർ പറഞ്ഞു, യഹിയയുടെ മഹ്മൂദിയ. അപ്പോൾ പൗലോസ് പറഞ്ഞു, യഹിയ തൻ്റെ പിന്നാലെ വരുന്നവനായ ഈസയിൽ ഈമാൻ അർപ്പിക്കണമെന്ന് ഇൻസാനിയത്തുകളോട് സറാഹത്തായി പറഞ്ഞുകൊണ്ട് തൗബയുടെ മഹ്മൂദിയാണ് നൽകിയത്. അവർ ഇത് കേട്ട് റബ്ബായ ഈസയുടെ ഇസ്മിൽ മഹ്മൂദിയ കബൂൽ ചെയ്തു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ റൂഹുൽ ഖുദ്ദൂസ് അവരുടെ മേൽ വന്നു. അവർ മുഖ്തലിഫായ ഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവരെല്ലാം കൂടി തഖരീബൻ 12 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ പള്ളിയിൽ പ്രവേശിച്ചു ഷജാഅത്തോടെ അള്ളാഹുവിൻ്റെ രാജ്യത്തെപ്പറ്റി 3 മാസം ഖുതുബ പറയുകയും സംവാദം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഖൽബ് ശരിയല്ലാത്ത ജൂതന്മാർ ഈമാൻ അർപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുകയും സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ മാർഗത്തെ ഫസാദാക്കുകയും ചെയ്തു. അതിനാൽ പൗലോസ് അവരെ വിട്ടു സ്വഹാബികളെയും കൂട്ടി തുറന്നോസിൻ്റെ മദ്രസയിൽ പോയി എല്ലാ ദിവസവും സംവാദം ചെയ്തു പോന്നു. ഇത് 2 ആണ്ട് തുടർന്ന് ചെയ്തു. തന്മൂലം ആസ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, ജൂതരും യുനാനികളും റബ്ബിൻ്റെ കലിമ കേൾക്കാനിടയായി. പൗലോസിൻ്റെ കൈകളിലൂടെ അള്ളാഹു അസാധാരണമായ മുഅ്ജിസാത്തുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഉറുമാലുകളും മേൽക്കുപ്പായങ്ങളും അവർ രോഗികളുടെ മേൽ കൊണ്ടിട്ടു. അപ്പോൾ രോഗികൾ ശിഫയായി. റൂഹുൻ നജസുകൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. ചില ജൂതർ സഞ്ചാരികളായി സിഹിർ ചെയ്തിരുന്നു. പൗലോസ് പറയുന്ന ഈസയുടെ ഇസ്മിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റൂഹുൻ നജസുകളുടെ മേൽ ഈസയുടെ ഇസ്മ അവർ പ്രയോഗിച്ചു നോക്കി. അവർ ഖത്തീബായ സ്കേവ എന്ന ജൂതൻ്റെ 7 ആൺമക്കളായിരുന്നു. എന്നാൽ റൂഹുൻ നജസ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, ഈസയെ എനിക്കറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരാണ്? റൂഹുൻ നജസ് ഉണ്ടായിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ പുരയിൽ നിന്ന് ഓടിപ്പോയി. എഫെസോസിൽ പാർത്തിരുന്ന ജൂതരും യുനാനികളുമായ എല്ലാവരും ഈ വിവരമറിഞ്ഞ് ഭയപ്പെട്ടു. റബ്ബായ ഈസയുടെ ഇസ്മ കൂടുതൽ തംജീദ് ആവുകയും ചെയ്തു. ഈമാൻ അർപ്പിച്ചവരിൽ പലരും വന്ന് അവരുടെ ഷർറായ അമലുകൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. സിഹിർ ചെയ്തിരുന്ന അനേകം ആളുകൾ അവരുടെ കിതാബിൻ്റെ കെട്ടുകൾ കൊണ്ടുവന്ന് പരസ്യമായി ചുട്ടുകളഞ്ഞു. അവയുടെ ആകെ വില കണക്ക് കൂട്ടിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. അങ്ങനെ റബ്ബിൻ്റെ കലിമ പ്രചരിക്കുകയും അതിൻ്റെ ഖുദ്റത്തോടെ വെളിപ്പെടുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്ക് ശേഷം പൗലോസ് റൂഹിനാൽ മക്കെദോനിയ, അക്കായിയ എന്നീ മദീനകളിലൂടെ ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിയതിനു ശേഷം റുമാനിയിലും പോകണമെന്ന് അവൻ പറഞ്ഞിരുന്നു. അവൻ തൻ്റെ സഹായികളിൽ 2 പേരായ തിമോത്തിയെയും എറാസ്തൂസിനെയും മക്കദോനിയയിലേക്ക് അയച്ചിട്ട് കുറേ കാലം കൂടി ആസ്യയിൽ പാർത്തു. അക്കാലത്ത് അൽമസീഹിൻ്റെ മാർഗത്തെക്കുറിച്ച് വലിയ ഒച്ചപ്പാടുണ്ടായി. അർത്തേമിസ് ആലിഹത്തിൻ്റെ ക്ഷേത്രരൂപം വെള്ളി കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ദെമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിലാളികൾക്ക് നല്ലതുപോലെ ലാഭമുണ്ടാക്കി കൊടുത്തിരുന്നു. ഇവരെയും ഇതേ ജോലി ചെയ്തിരുന്ന മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടി അവൻ പറഞ്ഞു, മാന്യരെ, നമ്മുടെ സമ്പത്ത് മുഴുവൻ ഈ തൊഴിലിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ കൈകൊണ്ടുണ്ടാക്കിയത് ആലിഹത്തല്ലെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് എന്ന ഈ ഇൻസാൻ എഫെസോസിൽ മാത്രമല്ല ആസ്യയിലാകെ വളരെ പേരെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുമൂലം നമ്മുടെ ഈ തൊഴിൽ ആവശ്യമില്ലാതെ ആകുമെന്ന അപകടം മാത്രമല്ല ഉള്ളത്, കൂടാതെ ആലിഹത്തായ അർത്തേമിസിൻ്റെ ക്ഷേത്രം പൂർണ്ണമായി ഒന്നുമില്ലാതാകുകയും
ആസ്യയിലും ദുനിയാവ് മുഴുവനും ഇബാദത്ത് ചെയ്യുന്ന അവളുടെ പോരിശ ഇല്ലാതാവുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ അവർ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു, എഫേസോസുകാരുടെ അവീമത്തായ അർത്തേമിസ് ആലിഹത്ത്. മദീനയിൽ മുഴുവൻ ബഹളമായി. അവർ ഒന്നായി പൗലോസിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന മക്കതോനിയക്കാരായ ഗായൂസിനെയും അരിസ്താർക്കൂസിനെയും വലിച്ചഴിച്ചുകൊണ്ട് മൈതാനത്തിലേക്ക് പാഞ്ഞു ചെന്നു. ജനക്കൂട്ടത്തിലേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചെങ്കിലും സ്വഹാബികൾ അവനെ അനുവദിച്ചില്ല. പൗലോസിൻ്റെ സ്വദീഖുകളായ ആസ്യയിലെ ചില പ്രമുഖർ ആളയച്ച് മൈതാനത്തിലേക്ക് പോകാൻ തുനിയരുതെന്ന് അവനോട് തലബ് ചെയ്തു. അവിടെ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ജനക്കൂട്ടം ആശയക്കുഴപ്പത്തിലായി. അവർ അവിടെ എന്തിനാണ് ഒരുമിച്ച് കൂടിയതെന്ന് പോലും മിക്കവർക്കും അറിഞ്ഞുകൂടായിരുന്നു. ജൂതർ മുമ്പോട്ട് കൊണ്ടുവന്ന ഇസ്കന്ദറിനോട് ജനക്കൂട്ടത്തിൽ ചിലർ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. ഇസ്കന്ദർ ആംഗ്യം കാണിച്ചിട്ട് ജനങ്ങളോട് തർക്കിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ ജൂതനാണെന്ന് അറിഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരേ ശബ്ദത്തിൽ എഫേസസുകാരുടെ അവീമത്തായ അർത്തേമിസ് ആലിഹത്ത് എന്ന് ആർത്ത് വിളിച്ചു. 2 മണിക്കൂറോളം ഇത് തുടർന്നു. മദീനയുടെ മുദീർ ജനക്കൂട്ടത്തെ സലാമത്താക്കിയതിനു ശേഷം പറഞ്ഞു, എഫേസോസ് ജനങ്ങളെ, എഫേസോസ് മദീനയുടെ ആലിഹത്തുൽ അവീമത്തായ അർത്തേമിസ് ആകാശത്തു നിന്നും വീണ അവളുടെ പ്രതിമക്കും ക്ഷേത്രത്തിനും സംരക്ഷകയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ കാര്യങ്ങൾ എതിരില്ലാത്തതാകയാൽ നിങ്ങൾ ശാന്തരായിരിക്കണം. തിടുക്കത്തിലൊന്നും ചെയ്യാതിരിക്കുക. എന്തെന്നാൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുരുഷന്മാർ ക്ഷേത്രം മോഷണം ചെയ്യുന്നവരല്ല. അവർ നമ്മുടെ ആലിഹത്തിനെ ഫസാദാക്കിയിട്ടുമില്ല. അതിനാൽ ദമേത്രിയോസിനോ അവൻ്റെ കൂടെയുള്ള ശില്പികൾക്കോ ഇവരിൽ ആരുടെയെങ്കിലും പേരിൽ പരാതിയുണ്ടെങ്കിൽ അവർക്ക് ന്യായാസനങ്ങളുമുണ്ട്, മുഹാഫിളുകളുമുണ്ട്. അവർ അവിടെ പരാതികൾ കൊടുക്കട്ടെ. അതല്ല ഇനി മറ്റെന്തെങ്കിലുമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ മജ്ലിസിലെ കാനൂനിൽ വെച്ച് അത് തർത്തീബാക്കാം. ഇന്നത്തെ ഈ ബഹളത്തെ ന്യായീകരിക്കുവാൻ നമുക്ക് കാരണമൊന്നും പറയാനില്ല. അതിനാൽ ഖിലാഫത്തുണ്ടാക്കിയെന്ന് നമ്മുടെ മേൽ കുറ്റം ചുമത്തുവാൻ തീർച്ചയായും ഇടയുണ്ട്. ഇത് പറഞ്ഞ് അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു.